ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. PSC നടത്തുന്ന പരീക്ഷകൾ, അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ, സർവീസ് എക്സാമിനേഷൻ ബോർഡ്, കോപ്പറേറ്റീവ് ബാങ്കുകൾ നടത്തുന്ന പരീക്ഷകൾ, ഒപ്പം തന്നെ റെയിൽവേസ്, NTPC തുടങ്ങി ഏതൊക്കെ പരീക്ഷകളുണ്ടോ അവിടെയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്ന ടെൻസാണ്. ഈ ടെൻസ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു പരീക്ഷ എഴുതാനേ പറ്റത്തില്ല. കാരണം 2, 3 അല്ലെങ്കിൽ 4 മാർക്ക് വരെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ടെൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരു സംസാര ഭാഷയിൽ ടെൻസ് അറിഞ്ഞുകൂടാതെ നമുക്ക് ഒരു കാരണവശാലും സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ടെൻസിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ടെൻസിനെ നമുക്ക് എത്ര വേഗം പഠിക്കാം, എത്ര എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ളതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. തീർച്ചയായും എന്റെ ഈ ക്ലാസ് കഴിയുമ്പോൾ ടെൻസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീരുകയും മാത്രമല്ല ഏതൊരു പരീക്ഷയ്ക്ക് ഏതൊരു ചോദ്യം ചോദിച്ചാലും വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുകയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ഇത് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് ആ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ടെൻസസ് എന്ന് പറയുന്നത്? ടെൻസിന്റെ മലയാളം നമുക്കറിയാം കാലങ്ങളെന്നാണ്. അപ്പൊ ഈ ടെൻസുകൾ 3 എണ്ണമുണ്ട്. there are 3 types of tenses. They are number 1 present tense, number 2 past tense, and number 3 future tense. അങ്ങനെ 3 ടെൻസുകളാണ്. പ്രസന്റ് ടെൻസ് വർത്തമാനകാലം, പാസ്റ്റ് ടെൻസ് ഭൂതകാലം, ഇനി ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത് ഭാവികാലം. അങ്ങനെ 3 കാലങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. അതിൽ നമുക്ക് ഓരോ ടെൻസുകളും ഏതേത് സാഹചര്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് വ്യക്തമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുകയാണ്. നമുക്ക് ഈ ടെൻസ് അറിഞ്ഞാൽ പോരാ, അത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആ സന്ദർഭം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ കണ്ടീഷൻസ് അറിയാമെങ്കിൽ മാത്രമേ ഈ ടെൻസുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ടെൻസ് മനസ്സിലാക്കുന്ന സമയത്ത് ഈ ടെൻസുകൾ എങ്ങനെയുണ്ട്, അതിനകത്ത് ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് അതിന്റെ ആക്സിലറി വെർബ്, സബ്ജക്ട് അത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. പകരം ഈ ടെൻസ് ഓരോ ടെൻസുകളും ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ അഥവാ ഒക്കേഷൻ ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ടെൻസിനെയും വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ്. നമുക്ക് പ്രസന്റ് ടെൻസ് എടുക്കാം. പ്രസന്റ് ടെൻസിനെ നമുക്ക് 4 ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ പ്രസന്റ് ടെൻസിന്റെ 4 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്പർ 1 സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, ദെൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ 4 എണ്ണമാണ്. ഓരോ ടെൻസിനും 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, ദെൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതാണ് പ്രസന്റ് ടെൻസിന്റെ 4 ക്ലാസിഫിക്കേഷൻ. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിനും 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതേതൊക്കെയെന്ന് ചോദിച്ചാൽ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ 4 എണ്ണമായി. ഫ്യൂച്ചർ ടെൻസിന്റെ 4 ക്ലാസിഫിക്കേഷൻ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ നമുക്ക് മൊത്തം 12 ടെൻസുകളാണ്. മെയിൻ ടെൻസ് 3 എണ്ണത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അങ്ങനെ 12 ടെൻസുകളാണ്. ഈ 12 ടെൻസുകൾ എവിടെയൊക്കെ ഉപയോഗിക്കാം, ഏതേത് സാഹചര്യത്തിൽ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കാതെ നമുക്കൊരു പരീക്ഷയും എഴുതാൻ പറ്റത്തില്ല. ടെൻസിനെ കുറിച്ച് നമുക്ക് ക്ലിയർ കട്ടായിട്ട് ഒരു ഐഡിയ കിട്ടത്തുമില്ല. അപ്പൊ അതുകൊണ്ട് ഓരോ ടെൻസും എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിന്റെ കണ്ടീഷൻസ്, അതിന്റെ റൂൾസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുകയാണ്. അതിൽ നമുക്ക് ഒന്നാമത്തെ ടെൻസ് എടുക്കാം. സിമ്പിൾ പ്രസന്റ് ആണ്. പ്രസന്റ് ടെൻസിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ഈ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ കൺസ്ട്രക്ഷന്റെ സ്റ്റൈൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ സബ്ജക്റ്റിന്റെ കൂടെ വെർബിന്റെ ബേസ് ഫോമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ആക്സിലറി വെർബ് അല്ല ഉപയോഗിക്കുന്നത്. പകരം നമ്മൾ എന്താ ചെയ്ത, സബ്ജക്റ്റിന്റെ കൂടെ അതിന്റെ ബേസ് ഫോം ഉപയോഗിക്കും. വെർബിന്റെ ബേസ് ഫോം എന്ന് പറയുന്ന റൂട്ട് ഫോം ആണ്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടെ സബ്ജക്ട് എന്ന് പറയുന്നത് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഈ ഒരു കണ്ടീഷൻ മസ്റ്റ് ആണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഐ വാക്ക് എന്ന് പറയും, ഹി വാക്സ് എന്ന് പറയും. ഇവിടെ ഐ എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് വാക്ക് എന്ന് പറയുന്ന വെർബും എന്തായിരിക്കണം, പ്ലൂറൽ ആയിരിക്കണം. ഹി എന്ന് പറയുന്ന സിംഗുലർ ആയതുകൊണ്ട് വാക്സ് എന്ന് നമ്മൾ പറയുന്നത് എസ് ചേർത്ത് അവിടെ സിംഗുലർ ആക്കി എന്നുള്ളതാണ്. അപ്പൊ there should be an agreement between verb and subject. അവിടെ വെർബും സബ്ജക്റ്റും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. ഇതിനകത്ത് ഈ പറഞ്ഞേക്കുന്ന സിമ്പിൾ പ്രസന്റ് നമ്മൾ പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് ശരിക്കും എവിടെയൊക്കെയാണ് ഈ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാനെന്ന് ചോദിച്ചാൽ, പ്രധാനമായും 6 സാഹചര്യങ്ങളിലാണ് ഈ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. 6 സാഹചര്യങ്ങളിലാണ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെയാണ് 6 സാഹചര്യങ്ങളെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കേസ് ടു എക്സ്പ്രസ് യൂണിവേഴ്സൽ ഓർ ജനറൽ ട്രൂത്ത്. ഒന്നാമത്തെ റൂൾ അല്ലെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടു എക്സ്പ്രസ് യൂണിവേഴ്സൽ ഓർ ജനറൽ ട്രൂത്ത്. പ്രപഞ്ച സത്യങ്ങൾ അല്ലെങ്കിൽ പൊതുവായ സത്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്.
അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചില എക്സാമ്പിൾ നമുക്ക് ഉപയോഗിക്കാം. പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള എക്സാമ്പിൾ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നാണ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദ സൺ ആണ് അവിടുത്തെ സബ്ജക്ട് എന്ന് പറയുന്ന സിംഗുലർ ആണ്. അതുകൊണ്ട് റൈസസ് എന്ന് പറയുന്ന വേർബ് സിംഗുലർ ആക്കി നമ്മൾ എസ് ചേർത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറയുന്നത് എല്ലാ കാലത്തും നടക്കുന്ന ഒരു സംഭവമാണ്. അതൊരു പൊതു സത്യമാണ്, അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്, ഒരു പ്രപഞ്ച സത്യമാണ്. അവിടെ നമ്മൾ തീർച്ചയായും എന്തുപയോഗിക്കണം? സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കണം. അതൊരു കണ്ടീഷനാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ. ദ എർത്ത് മൂവ്സ് അറൌണ്ട് ദ സൺ. ദ എർത്ത് മൂവ്സ് അറൌണ്ട് ദ സൺ. ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? ദ എർത്ത് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ മൂവ്സ് എന്ന് പറയുന്നത് ഇവിടെ എസ് ചേർത്ത് നമ്മൾ സിംഗുലർ ആക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ ദ എർത്ത് മൂവ്സ് അറൌണ്ട് ദ സൺ പ്രപഞ്ച സത്യമാണ്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ദ സ്റ്റാർ ഷൈൻസ് അറ്റ് നൈറ്റ്. ദ സ്റ്റാർ ഷൈൻസ് അറ്റ് നൈറ്റ്. സ്റ്റാർ എന്ന് പറയുമ്പം സിംഗുലർ ആണ്. അതുകൊണ്ട് നമ്മൾ ഷൈൻസ് എന്ന് ചേർത്തു. ദ സ്റ്റാർസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഷൈൻ എന്ന് ചേർക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ദ സ്റ്റാർ ഷൈൻസ് അറ്റ് നൈറ്റ് എന്ന് പറയുന്ന ഈ 3 എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ട്രൂത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കേസ് ടു എക്സ്പ്രസ് യൂണിവേഴ്സൽ ഓർ ജനറൽ ട്രൂത്ത് എന്നാണ്. ഇനി രണ്ടാമത്തെ ഒരു റൂൾ എന്ന് പറയുന്നത് ടു എക്സ്പ്രസ് ഹാബിച്വൽ ഓർ റെഗുലർ ആക്ഷൻ. ടു എക്സ്പ്രസ് ഹാബിച്വൽ ഓർ റെഗുലർ ആക്ഷൻ എന്ന് പറയുമ്പം ഒരാളുടെ ശീലമാണ്, അല്ലെങ്കിൽ റെഗുലറായി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. റുട്ടീൻ കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ടു എക്സ്പ്രസ് ഹാബിച്വൽ ഓർ റെഗുലർ ആക്ഷൻ അതെന്താണെന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾ, ഐ യൂഷ്വലി ഗെറ്റ് അപ്പ് അറ്റ് 4 AM. ഞാൻ സാധാരണ 4 മണിക്ക് എണീക്കാറുണ്ട് എന്നാണ് പറയുന്നത്. എണീക്കാറുണ്ട്, അതൊരു ഹാബിച്വൽ ആക്ഷൻ ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഹി യൂഷ്വലി ഡ്രിങ്ക്സ് ടീ. അവൻ സാധാരണ ചായ കുടിക്കാറുണ്ട്. അതവന്റെ ശീലമാണ്, ഹാബിച്വൽ ആക്ഷൻ ആണ്. ദേ ഓൾവേസ് കംപ്ലീറ്റ് ദെയർ വർക്ക് ഓൺ ടൈം. അവരെല്ലായ്പ്പോഴും അവരുടെ വർക്ക് ആ ഓൺ ടൈമിൽ തന്നെ, യഥാർത്ഥ സമയത്ത് തന്നെ, കറക്റ്റ് സമയത്തിൽ തന്നെ ചെയ്ത് തീർക്കാറുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ നോക്കൂ, യൂഷ്വലി, ഓൾവേസ് എന്നൊക്കെ പറയുന്ന ഒരു വാക്കും കൂടെ അതിനോടൊപ്പം വന്നിട്ടുണ്ട്. അത് വരുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ഹാബിച്വൽ ആക്ഷൻ ആണ്, റെഗുലർ ആക്ഷൻ ആണ് നമുക്കറിയാം. അങ്ങനെ ടു എക്സ്പ്രസ് എ ഹാബിച്വൽ റെഗുലർ ആക്ഷൻ സിമ്പിൾ പ്രസന്റ് ക്യാൻ ബി യൂസ്ഡ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്ന 2 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കേസിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ ജനറൽ ട്രൂത്ത് പറയാൻ, രണ്ടാമത്തെ കേസിൽ ഹാബിച്വൽ അല്ലെങ്കിൽ റെഗുലർ ആക്ഷൻ പറയാം. 2 കണ്ടീഷൻസായി. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടു എക്സ്പ്രസ് സംതിങ് ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഫിക്സ്ഡ്. ടു എക്സ്പ്രസ് സംതിങ് ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഫിക്സ്ഡ്. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും സിമ്പിൾ പ്രസന്റിലാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് പറയുന്നത്, ടു ഡിനോട്ട് എ പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ. ഒരു ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ നമ്മൾ തീർച്ചയായിട്ടും അത് ഉറപ്പിച്ചു കഴിഞ്ഞു എങ്കിൽ അവിടെ നമുക്ക് എന്തുപയോഗിക്കാം? അവിടെ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാം. അതിന്റെ സാഹചര്യം നമുക്ക് നോക്കാം. അതേതാ സാഹചര്യം എന്ന് പറയുന്നത്? എക്സാമ്പിൾ നോക്കൂ. മൈ ഫാദർ കംസ് ഹോം നെക്സ്റ്റ് വീക്ക്. എന്റെ അച്ഛൻ വീട്ടിലേക്ക് അടുത്ത ആഴ്ച വരുമെന്നാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അടുത്ത ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇതെന്ന് പറയുന്നത് വരുന്ന കാര്യമല്ലേ, വരാൻ പോകുന്ന കാര്യമല്ലേ. അപ്പോൾ അവിടെ വില്ലോ ഷാലോ ചേർത്ത് ഫ്യൂച്ചർ ആക്കണ്ടേ എന്ന് നമുക്ക് നോക്കാം. പക്ഷെ ഇതല്ല, ഇത് ഫിക്സ് ചെയ്ത കാര്യമാണ്. ആ തിങ്സ് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? മൈ ഫാദർ കംസ് ഹോം നെക്സ്റ്റ് വീക്ക്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ദ കോമ്പറ്റീഷൻ സ്റ്റാർട്ട്സ് അറ്റ് 9 AM. കോമ്പറ്റീഷൻ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ്. അതും നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് അവിടെ സിമ്പിൾ പ്രസന്റാണ് നമ്മൾ ഉപയോഗിക്കുന്ന. ദ കോമ്പറ്റീഷൻ സ്റ്റാർട്ട്സ് അറ്റ് 9 AM. ഇനി നമുക്ക് മറ്റൊരു കേസ് നോക്കാം. ദ പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് ചൈന നെക്സ്റ്റ് വീക്ക്. ദ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചൈന നെക്സ്റ്റ് വീക്ക്. പ്രൈം മിനിസ്റ്റർ അടുത്ത ആഴ്ച ചൈന സന്ദർശിക്കുമെന്നാണ്. അപ്പൊ ഈ 3 കേസുകളിലും നമ്മൾ പറയുന്നത് എന്താ? വരാൻ പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ സിമ്പിൾ പ്രസന്റ് തീർച്ചയായും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്ന 3 കണ്ടീഷൻസ് ആയി. ഒന്ന്, ടു എക്സ്പ്രസ് യൂണിവേഴ്സൽ ഓർ ജനറൽ ട്രൂത്ത്. ടു എക്സ്പ്രസ് ഹാബിച്വൽ ഓർ റെഗുലർ ആക്ഷൻ. 3, ടു എക്സ്പ്രസ് സംതിങ് ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഫിക്സ്ഡ്. ഇതാണ് 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഇനി 4ാമത്തെ കേസ് എന്ന് പറയുന്നത് വൈൽ കോട്ടിംഗ് ആൻ ഓഥർ ഓർ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈൽ കോട്ടിംഗ് ആൻ ഓഥർ. ഒരു ഓഥർ നമ്മൾ കോട്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾ പറഞ്ഞ കാലം അതുപോലെ തന്നെ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സാഹചര്യങ്ങളിലെല്ലാം സിമ്പിൾ പ്രസന്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വൈൽ കോട്ടിംഗ് ആൻ ഓഥർ ഓർ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഒരു ഓഥറെ നമ്മൾ കോട്ട് ചെയ്യുകയാണ്, ഒരു കൊട്ടേഷൻ നമ്മൾ അതേപോലെ തന്നെ കോട്ട് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, ദ ബൈബിൾ സെയ്സ് ദാറ്റ് മാൻ ഡസ് നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ.
ഇവിടെ നോക്കൂ, ദ ബൈബിൾ സെയ്സ് ദാറ്റ്, ബൈബിൾ പറയുന്ന കാര്യമാണ് അപ്പൊ സിമ്പിൾ പ്രസന്റിലാണ് പറയേണ്ടത്. അത് അതേപോലെ നമ്മൾ കോട്ട് ചെയ്യാണ്. ദ ബൈബിൾ സെയ്സ് ദാറ്റ് മാൻ ഡസ് നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ, മനുഷ്യൻ ആഹാരത്തിന് വേണ്ടി മാത്രമല്ല ജീവിക്കേണ്ടത് എന്ന് ബൈബിൾ പറയുന്നു. അതൊരു കോട്ടഡ് സെന്റൻസ് ആണ്. ദ ഭഗവത്ഗീത ഇൻസിസ്റ്റ് ഓൺ അവർ ഡൂയിങ് അവർ ഡ്യൂട്ടീസ്. ഭഗവത്ഗീത ഇൻസിസ്റ്റ് ചെയ്യുന്നത് അവർ ഡൂയിങ് അവർ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു കൊട്ടേഷനാണ്. അപ്പൊ ആ കൊട്ടേഷൻ നമ്മളിവിടെ കോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതും സിമ്പിൾ പ്രസന്റ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കേണ്ട നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വൈ കോട്ടിംഗ് ആൻ ഓതർ ഓർ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ്. അപ്പൊ 4 കണ്ടീഷൻസ് ആയി. ഏതൊക്കെ കണ്ടീഷൻ? ടു എക്സ്പ്രസ് യൂണിവേഴ്സൽ ഓർ ജനറൽ ട്രൂത്ത്, ടു എക്സ്പ്രസ് ഹാബിച്വൽ ഓർ റെഗുലർ ആക്ഷൻ, ടു എക്സ്പ്രസ് സംതിങ് ദാറ്റ് ഹാസ് ആൾറെഡി ബീൻ ഫിക്സ്ഡ്, വൈ കോട്ടിംഗ് ആൻ ഓതർ ഓർ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഇനി 5ാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇൻ ഇംപരേറ്റീവ് സെന്റൻസസ്. ഇംപരേറ്റീവ് സെന്റൻസ് എന്ന് പറയാൻ നമുക്കറിയാം സെന്റൻസുകൾ 4 വിധമാണ്. assertive sentence, then interrogative sentence, then imperative sentence, then exclamatory sentence. ഇങ്ങനെ 4 ടൈപ്പ് സെന്റൻസുകളുണ്ട്. അപ്പോൾ അസർട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതെല്ലാം അസർട്ടീവ് സെന്റൻസ് ആണ്. അതിന്റെ എക്സാമ്പിൾ ഹീസ് എ ബോയ് എന്ന് പറയുന്നത് ഒരു അസർട്ടീവ് സെന്റൻസ് ആണ്. ഇനി അതുപോലെ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളാണ്. വാട്ട് ആർ യു ഡൂയിങ്, അവിടെ ഒരു ചോദ്യമാണ് വരുന്നത്. അതിനെയാണ് നമ്മൾ ഇന്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻ സെന്റൻസ് എന്ന് പറയുന്നത്. ഇംപരേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു കമാൻഡോ റിക്വസ്റ്റോ അല്ലെങ്കിൽ ഒരു സജഷനോ ഒക്കെ ഉണ്ടാവണം. അങ്ങനെ ഒരു സജഷനോ കമാൻഡോ ഓർഡറോ റിക്വസ്റ്റോ വരുന്ന സെന്റൻസുകൾ വിളിക്കുന്ന പേരാണ് ഇംപരേറ്റീവ് സെന്റൻസ്. 4ാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് അതിശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള സെന്റൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 സെന്റൻസുകളിൽ നമ്മളിവിടെ ഉപയോഗിക്കേണ്ട 5ാമത്തെ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്ന 5ാമത്തെ റൂൾ എന്ന് പറയുന്നത് ഇൻ ഇംപരേറ്റീവ് സെന്റൻസ് ആണ്. ഇംപരേറ്റീവ് സെന്റൻസുകളിലെല്ലാം നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ കം ഹിയർ, ഹെൽപ്പ് മീ പ്ലീസ്, ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. ഷട്ട് ദ ഡോർ, ഓപ്പൺ ദ ഡോർ എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം കമാൻഡ് ആണ്, ഇംപരേറ്റീവ് സെന്റൻസ് ആണ്. അവിടെ എല്ലാം സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കണം എന്ന് നമുക്കറിയാം. ഇനി 5ാമത്തെ കേസ്, 6ാമത്തെ കേസ് എന്ന് പറയുന്നത് ഇൻ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി അതിശയം കൂറുന്ന സെന്റൻസുകൾ പറയുന്ന സമയത്ത് അവിടെയും നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത് ഇൻ എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. ഫോർ എക്സാമ്പിൾ ഹൗ ക്ലെവർലി ഷീ ആർഗ്യൂസ്, അവൾ എത്ര മനോഹരമായിട്ടാണ്, എത്ര ബുദ്ധിപരമായിട്ടാണ് ആർഗ്യൂ ചെയ്യുന്നത്. ഹൗ ക്ലെവർ ഷീ ആർഗ്യൂസ്, ഹൗ ലിറ്റിൽ ഹീ നോസ്, അല്ലെ, അയാൾക്കൊന്നും അറിയില്ല എന്ന് പറയുന്നതിന്റെ അത്ഭുതം കൂടുന്ന രീതിയിൽ ഹൗ ലിറ്റിൽ ഹീ നോസ്. അപ്പൊ ഇവിടെ നമുക്ക് 6 കണ്ടീഷൻസ് ആയി. സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കേണ്ട 6 സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ടു എക്സ്പ്രസ് യൂണിവേഴ്സൽ ഓർ ജനറൽ ട്രൂത്ത്, ടു എക്സ്പ്രസ് ഹാബിച്വൽ ഓർ റെഗുലർ ആക്ഷൻ, ടു എക്സ്പ്രസ് സംതിങ് ദാറ്റ് ഹാസ് ആൾറെഡി ബീൻ ഫിക്സ്ഡ്, വൈൽ കോട്ടിംഗ് ആൻ ആദർ ഓർ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, ഇൻ ഇംപരേറ്റീവ് സെന്റൻസസ്, ഇൻ എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. ഇങ്ങനെ 6 സർക്കംസ്റ്റാൻസസിൽ നമുക്ക് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാം. പരീക്ഷയ്ക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ ഈ 6 കണ്ടീഷൻസ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അപ്പൊ ഇതിന്റെ കണ്ടീഷൻസ് വളരെ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ പ്രസന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ ഒരു സംശയം മാറി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി പ്രസന്റ് ടെൻസിലെ 2ാമത്തെ ക്ലാസിഫിക്കേഷനായ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം? അത് ഏതൊക്കെ സാഹചര്യമാണെന്ന് ചോദിച്ചാൽ 2 സാഹചര്യം മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമാണ് അത് മനസ്സിലാക്കാൻ. ടു ഇൻഡിക്കേറ്റ് ആൻ ആക്ഷൻ ഗോയിങ് അറ്റ് ദ മൊമെന്റ്, ടു ഇൻഡിക്കേറ്റ് ആക്ഷൻ ഗോയിങ് ഓൺ അറ്റ് ദ മൊമെന്റ്. നമ്മൾ ഒരു കാര്യം പറയുന്ന സമയത്ത് ആക്ഷൻ പ്രോഗ്രസ് ചെയ്യുകയാണ്. നമ്മൾ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആക്ഷൻ പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന്, ഞാൻ വായിക്കുകയാണ്, ഐ ആം റീഡിങ് എ ബുക്ക്. അതുപോലെ തന്നെ ഞാൻ ഒരു ലെറ്റർ എഴുതുകയാണ്, ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. അപ്പൊ അതിന്റെ ഒരു കൺസ്ട്രക്ഷനകത്ത് പ്രശ്നമുണ്ട്. എന്താണ് കൺസ്ട്രക്ഷൻ? പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അവിടെ ആക്സിലറി വെർബും ING ഫോം ഉപയോഗിക്കണം. അപ്പൊ സബ്ജക്റ്റിന്റെ കൂടെ ഈസ് ആർ ആം പ്ലസ് ING, അതാണ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. പ്രസന്റ് കണ്ടിന്യൂസിനകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഈസ് ആർ ആം പ്ലസ് ING ആണ്. അപ്പൊ ഈസും ആറും ആമും നമ്മൾ എവിടെ ഉപയോഗിക്കുമെന്നുള്ളത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവാം. ഇപ്പൊ ഹീയുടെ കൂടെ ഈസാണ് ഉപയോഗിക്കുന്നത്, ഐയുടെ കൂടെ ആമാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ദയുടെ കൂടെ ആറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ആക്ഷൻ നമ്മൾ പറയുന്ന സമയത്ത് ഒരു ആക്ഷൻ പ്രോഗ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ നടക്കുകയാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്നതാണ് ഈ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്.
അപ്പൊ ഇവിടെ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഹി ഈസ് റീഡിംഗ് എ ബുക്ക്. അവൻ പുസ്തകം വായിക്കുകയാണ്. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഞാനൊരു ലെറ്റർ എഴുതുകയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിലാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷനായി പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന ഒന്നാമത്തെ സാഹചര്യമായി. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ടു ഡിനോട്ട് ആൻ ആക്ഷൻ ഓഫ് ദ നിയർ ഫ്യൂച്ചർ. നിയർ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു ആക്ഷനെ ഡിനോട്ട് ചെയ്യാൻ. നിയർ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു ആക്ഷനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കണം? പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണം. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ഭാവിയിൽ നടക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഐ ആം ഗോയിങ് ഹോം നെക്സ്റ്റ് സൺഡേ. ഞാൻ എന്റെ വീട്ടിൽ അടുത്ത ഞായറാഴ്ച പോകുമെന്നാണ്. അപ്പൊ അത് നിയർ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഐ ആം ഗോയിങ് ഹോം നെക്സ്റ്റ് സൺഡേ. ദേ ആർ റീച്ചിങ് ഹിയർ നെക്സ്റ്റ് വീക്ക്. അവര് അടുത്ത ആഴ്ച ഇവിടെ എത്തുമെന്നാണ്. എത്തുമെന്ന് പറയുമ്പോഴത്തേക്ക് ദേ ആർ റീച്ചിങ് ഹിയർ നെക്സ്റ്റ് വീക്ക്. ഷീ ഈസ് ലീവിംഗ് ഫോർ മദ്രാസ് ഷോർട്ട്ലി. മദ്രാസിലേക്ക് ഉടൻ തന്നെ അവർ പോകും എന്നാണ്. അപ്പൊ നിയർ ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു സംഭവത്തെ സൂചിപ്പിക്കാൻ തീർച്ചയായും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന രണ്ട് റൂൾസ് അല്ലെങ്കിൽ രണ്ട് സാഹചര്യങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത് ടു ഇൻഡിക്കേറ്റ് ആൻ ആക്ഷൻ ഗോയിങ് ഓൺ അറ്റ് ദ മൊമെന്റ്. പറയുന്ന സമയത്ത് ഒരു ആക്ഷൻ പ്രോഗ്രസ് ചെയ്യുന്നു. രണ്ട്, ടു ഡിനോട്ട് ആൻ ആക്ഷൻ ഓഫ് ദ നിയർ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു പ്രക്രിയയെ കാണിക്കാൻ തീർച്ചയായും നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. അങ്ങനെ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന രണ്ട് സാഹചര്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞു, പ്രസന്റ് കണ്ടിന്യൂസ് കഴിഞ്ഞു. ഇനി പ്രസന്റ് ടെൻസിന്റെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ എന്താണ് ഈ പ്രസന്റ് പെർഫെക്റ്റ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല്. അപ്പൊ എന്താണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കാര്യം പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം നമ്മൾ ഈ പറയുന്ന സമയത്ത് അവസാനിച്ചു. പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം പ്രസന്റിൽ അവസാനിച്ചു. ഇപ്പം അങ്ങോട്ട് അവസാനിച്ചതേ ഉള്ള, ജസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. ഇവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്. ഇത് സംസാര ഭാഷയിലും അതുപോലെ തന്നെ ഗ്രാമറായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. കഴിഞ്ഞുപോയൊരു പ്രവൃത്തിയാണ്, ഇത് പ്രസന്റ് പെർഫെക്റ്റിലാണോ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റിലാണോ ഉപയോഗിക്കേണ്ടത്? അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നതെന്ന് ചോദിച്ചാൽ, പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കണമെങ്കിൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സൂചന നമുക്ക് തരണം. യെസ്റ്റർഡേ എന്നോ ലാസ്റ്റ് ഡേ എന്നോ അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റിൽ എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു പ്രവൃത്തി അതിന് പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഇല്ല എങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒന്നാമത്തെ കണ്ടീഷൻ നോക്കാം. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് ഹാസ് ജസ്റ്റ് ബീൻ കംപ്ലീറ്റഡ്. നമ്മൾ ഈ പറയുന്ന സമയത്തിന് തൊട്ട് മുമ്പ് ഒരു ആക്ഷൻ അവസാനിച്ചു എന്നാണ്. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് ഹാസ് ജസ്റ്റ് ബീൻ കംപ്ലീറ്റഡ്. ഒരു ആക്ഷൻ നമ്മൾ പറയുന്നതിന് തൊട്ട് മുമ്പ് അവസാനിച്ചു. അങ്ങനെ ആ അവസാനിച്ച സംഭവത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രസന്റ് പെർഫെക്റ്റിൽ പറയുന്നത്. എക്സാമ്പിൾ, ദ സൺ ഹാസ് സെറ്റ്. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ നോക്കൂ നിങ്ങൾ. സബ്ജക്റ്റിനോടൊപ്പം ഹാവ് ഓർ ഹാസ് പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. V3. ഒരു വെർബിന് 3 ഫോമുകളുണ്ട്. V1, V2, V3 എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രസന്റ് ടെൻസ്, വെർബിന്റെ പ്രസന്റ് ഫോമുണ്ട്, പാസ്റ്റ് ഫോമുണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുണ്ട്. ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് V3 എന്ന് പറയുന്നത്. വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 ആണ്. അത് മറന്നു പോകരുത്. ഇതിന്റെ കൺസ്ട്രക്ഷൻ വളരെ ഗംഭീരമായിട്ട് ഞാൻ അവസാനം പറയുന്നതാണ്. അപ്പൊ അതൊരു ഇക്വേഷനായിട്ട് നിങ്ങളെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നതാണ്. ഇത് പഠിക്കാൻ എളുപ്പമാർഗ്ഗങ്ങൾ ഞാൻ വീണ്ടും അവസാനം ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേക്കുന്ന, ഈ പ്രസന്റ് പെർഫെക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ V3. ഇവിടെ നോക്കാം എക്സാമ്പിൾ, ദ സൺ ഹാസ് സെറ്റ്. ദ സൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ അവിടെ ഹാവിന് പകരം ഹാസ് ആണ്. സെറ്റ് തന്നെയാണ് V3 എന്ന് പറയുന്നത്. ദ സൺ ഹാസ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൂര്യൻ അസ്തമിച്ചതേ ഉള്ള. നമ്മൾ ഈ പറയുന്ന മൊമെന്റിലെങ്ങാട്ട് സൂര്യൻ അസ്തമിച്ചതേ ഉള്ള, അല്ലെ? ഒരുപാട് നേരമൊന്നും ആയില്ല, ഇപ്പോഴങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ എന്നാണ്. ദ പ്ലെയിൻ ഹാസ് ലാൻഡഡ്, അല്ലെ? പ്ലെയിൻ ഹാസ് ലാൻഡ്. ആ പ്ലെയിൻ ലാൻഡ് ചെയ്തതേ ഉള്ളൂ, ഇപ്പോഴങ്ങോട്ട് ലാൻഡ് ചെയ്തതേ ഉള്ളൂ. നമ്മൾ പറയുന്നതിന് തൊട്ട് മുമ്പ് അങ്ങോട്ട് ലാൻഡ് ചെയ്തതേ ഉള്ള. ദ ട്രെയിൻ ഹാസ് ജസ്റ്റ് അറൈവ്ഡ്. ആ ട്രെയിൻ ഇപ്പം അങ്ങോട്ട് എത്തിയതേ ഉള്ള എന്ന് പറയത്തില്ലേ നമ്മള്? സോ
തോമസ് ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്, തോമസ് ഇപ്പൊ പോയതേ ഉള്ള, പുറത്തേക്ക് ഇപ്പൊ പോയതേ ഉള്ള എന്ന് പറയുന്ന സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അവിടെയെല്ലാം നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി പ്ലൂറൽ സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ അവിടെ പ്ലൂറൽ വെർബായിട്ടുള്ള പ്ലൂറൽ ആയിട്ടുള്ള ആക്സിലറി വെർബ് ഹാവ് ഉപയോഗിക്കാം നമുക്ക് ഹാവ്. അപ്പൊ ഇവിടെ ഈ 4 സെന്റൻസ് നമ്മൾ ഹാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ സൺ ഹാസ് സെറ്റ്, ദ പ്ലെയിൻ ഹാസ് ലാൻഡഡ്, ഇങ്ങനെ പറയുന്നതെല്ലാം തീർച്ചയായും പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ ഒരു കണ്ടീഷൻ നമുക്ക് മനസ്സിലായി. നമ്മൾ പറയുന്ന സമയത്ത് ആ പ്രക്രിയ അവസാനിച്ചു എങ്കിൽ അവിടെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ ഒരു കേസ്, ടു ഷോ ആൻ ആക്ഷൻ ദാറ്റ് വാസ് ഓവർ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഇറ്റ്സ് എഫക്ട് ഈസ് സ്റ്റിൽ ഫെൽറ്റ് ഓർ എക്സ്പീരിയൻസ്ഡ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ടു ഷോ ആൻ ആക്ഷൻ ദാറ്റ് വാസ് ഓവർ ഇൻ ദ പാസ്റ്റ്. ഒരു ആക്ഷൻ നടന്നു, അത് പാസ്റ്റിൽ നടന്നു കഴിഞ്ഞു, പക്ഷേ ഇറ്റ്സ് എഫക്ട് ഈസ് സ്റ്റിൽ ഫെൽറ്റ് ഓർ എക്സ്പീരിയൻസ്. പക്ഷെ അതിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിന്റെ ഫീലിംഗ്സ് നമ്മളിൽ ഇപ്പോഴും ഉണ്ട്. ഈ പറയുന്ന സമയത്തും അതിന്റെ ഫീലിംഗ്സ് നിലനിൽക്കുകയാണ്. കഴിഞ്ഞുപോയൊരു സംഭവമാണെങ്കിലും അതിന്റെ ഫീലിംഗ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നമ്മളെ കൺമുന്നിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്തെ കണ്ടീഷൻ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കേണ്ട രണ്ടാമത്തെ കേസാ. ഒരു ആക്ഷൻ കഴിഞ്ഞു, പക്ഷേ അതിന്റെ ഫീലിംഗ്സ് നമ്മളെ മനസ്സിലുണ്ട് എങ്കിൽ അവിടെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് സീൻ താജ്മഹൽ. ഞാൻ താജ്മഹൽ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വളരെ കാലമൊന്നും ആയില്ല, ഇപ്പൊ കണ്ടിരുന്നു. താജ്മഹൽ ഞാൻ കണ്ടിരുന്നു, എന്റെ മലയാളം ഞാൻ കണ്ടിരുന്നു. ദാറ്റ് മീൻസ് പറയുന്ന ആളുടെ മനസ്സിൽ അത് ആ ഒരു സങ്കല്പം മനസ്സിൽ അപ്പോഴും പറയുന്ന സമയത്തും പച്ചപിടിച്ച് നിൽപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഐ ഹാവ് സീൻ താജ്മഹൽ എന്നാ പറഞ്ഞേക്കുന്ന. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഹി ഹാസ് റെഡ് ഓൾ ദ നോവൽസ് ഓഫ് ഡിക്കൻസ്. അവൻ ഡിക്കൻസിന്റെ നോവലുകളെല്ലാം വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോഴും വായിച്ചങ്ങോട്ട് തീരുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ വായിച്ച നോവലുകളെല്ലാം അയാളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പൊ വളരെ ശരിക്കും അപ്പോഴേ ഫീൽ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. ഹി ഹാസ് റെഡ് ഓൾ ദ നോവൽസ് ഓഫ് ഡിക്കൻസ്. ഹാവ് യു എവർ ബീൻ ടു കന്യാകുമാരി? നിങ്ങൾ എപ്പോഴെങ്കിലും കന്യാകുമാരിയിൽ പോയിരുന്നോ എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെയും എന്താ സംഭവം എന്ന് പറയുന്നത്? ഇത് ചോദിക്കുന്ന ആളുടെ മനസ്സിലും പറയുന്ന ആളുടെ മനസ്സിലൊക്കെ ഒരു വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട് എങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അത് രണ്ടാമത്തെ കേസാണ്. രണ്ടാമത്തെ കേസ് നമ്മൾ അങ്ങനെ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു റൂൾ എന്ന് പറയുന്നത് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് ബിഗൺ ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് അണ്ടിൽ ദ പ്രസന്റ്. ഒരു ആക്ഷൻ പാസ്റ്റിൽ ബിഗിൻ ചെയ്തു, തുടങ്ങി, പക്ഷേ അത് പ്രസന്റ് വരെ എന്ത് ചെയ്തു? അത് തുടർന്നു എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് വരെ അത് തുടർന്നു എന്നുള്ളതാണ്. അവിടെയൊക്കെ നമ്മൾ സാധാരണ കേസിൽ സിൻസ് ഫോർ എന്ന് പറയുന്ന ഒരു യൂസേജ് കൊണ്ടുവരും. ഈ സിൻസും ഫോറും സാധാരണയായിട്ട് പ്രസന്റ് പെർഫെക്റ്റിലാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ സിൻസും ഫോറും എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, സിൻസ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് സിൻസ് കാണിക്കുന്നത്. ഒരു പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ ഫോർ കാണിക്കും. ഇപ്പം നടന്ന പരീക്ഷകളിലെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന പ്രസന്റ് ടെൻസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങളെല്ലാം ചോദിച്ചേക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഈ ചോദ്യമാണ് സിൻസും ഫോറും അതുപോലെ തന്നെ ഈ പ്രസന്റ് ടെൻസുമാണ് കൂടുതൽ ചോദിച്ചിരുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് ബിഗൺ ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് അണ്ടിൽ ദ പ്രസന്റ്. ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി അത് പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം, അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. മൂന്നാമത്തെ റൂളാണ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ സാധാരണ നമ്മൾ സിൻസും ഫോറും അതിനകത്ത് അസോസിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സിൻസും ഫോറും എന്ന് പറയുന്നത് സിൻസ് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാനും ഫോർ എന്ന് പറയുന്നത് ഒരു പീരിയഡ് ഓഫ് ടൈമിനെ കാണിക്കാനുമാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് വ്യക്തമാക്കാം. ഐ ഹാവ് നോട്ട് പ്ലേഡ് ടെന്നീസ് സിൻസ് ഐ ലെഫ്റ്റ് കോളേജ്. ഐ ഹാവ് നോട്ട് പ്ലേഡ് ടെന്നീസ് സിൻസ് ഐ ലെഫ്റ്റ് കോളേജ്. ഞാൻ കോളേജ് വിട്ടതിന് ശേഷം ഇതുവരെയും ഞാൻ ടെന്നീസ് കളിച്ചിട്ടില്ല എന്നാണ് അല്ലേ. അപ്പൊ അവിടെ സിൻസ് എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഹാവ് നോട്ട് പ്ലേഡ് ടെന്നീസ് സിൻസ് ഐ ലെഫ്റ്റ് കോളേജ്. ഞാൻ കോളേജ് വിട്ടതിന് ശേഷം ഇതുവരെയും ടെന്നീസ് കളിച്ചിട്ടില്ല. ദ ഹൗസ് ഹാസ് ബീൻ വേക്കന്റ് ഫോർ 3 months. കഴിഞ്ഞ 3 മാസമായിട്ട് ഹൗസ് വേക്കന്റ് ആണ്. കഴിഞ്ഞ 3 മാസമായിട്ട്. അപ്പൊ അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഫോറാ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർ എന്ന് പറയുമ്പോൾ പീരിയഡ് ഓഫ് ടൈമാണ് 3 months. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കൂടാതെ തന്നെ അവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? 3 months എന്നും കൂടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദ ഹൗസ് ഹാസ് ബീൻ വേക്കന്റ് ഫോർ 3 months. റാവു ഹാസ് ബീൻ അവർ ചെയർമാൻ സിൻസ് 1990. 1990 മുതലേ അല്ലെ ചെയർമാൻ ആയിരുന്നു ആര്? റാവു എന്ന് പറയുന്ന ആള്.
അപ്പോൾ അവിടെ മുതലേ അല്ലെങ്കിൽ ഒരു പീരീഡ് അത് കാണിക്കാൻ സിൻസും ഫോറുമാണ്. സിൻസും ഫോറും വരുന്ന സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്ന 3 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഒന്ന്, ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് ഹാസ് ജസ്റ്റ് ബീൻ കംപ്ലീറ്റഡ്. രണ്ടാമത്തെ കേസ്, ടു ഷോ ആൻ ആക്ഷൻ ദാറ്റ് വാസ് ഓവർ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഇറ്റ്സ് എഫക്ട് ഈസ് സ്റ്റിൽ ഫെൽറ്റ് ഓർ എക്സ്പീരിയൻസ്ഡ്. മൂന്നാമത്തെ കേസ്, ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് ബിഗൺ ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് അണ്ടിൽ ദ പ്രസന്റ്. പ്രസന്റ് വരെ അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഇനി പ്രസന്റ് ടെൻസിൽ നമുക്ക് നാലാമത്തെ കേസ് എന്ന് പറയുന്ന പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. നാലാമത്തെ ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതെവിടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? സോ വെരി ഇമ്പോർട്ടന്റ് ആണിത്. പരീക്ഷയ്ക്ക് തീർച്ചയായും ചോദിക്കുന്ന മറ്റൊരു സംഭവമാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവിടെ നമുക്ക് അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ നോക്കാം. ഇവിടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ വേണം? നമുക്ക് സബ്ജക്റ്റ് വേണം, അതോടൊപ്പം തന്നെ ഹാസ് ഓർ ഹാവ് വേണം, ബീൻ വേണം, ING വേണം. അപ്പൊ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ഇതാണ്: സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ING. അപ്പൊ ഇത്രയും ഫോം വെച്ച് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ അത് ആ എക്സാമ്പിളിലൂടെ നമുക്കത് വ്യക്തമാക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ന് ഐ ഹവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഓഫീസ് സിൻസ് 1980. ഇവിടെ സിൻസ് ഉപയോഗിച്ചേക്കുന്നത് കണ്ടോ? 1980 മുതൽ ഒരു പോയിന്റാണ്, ഒരു പോയിന്റ് ഓഫ് ടൈമാണ്. ഞാൻ 1980 മുതലേ ഈ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ 2 hours. 2 മണിക്കൂറായി മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഓഫീസ് സിൻസ് 1980. ഞാൻ 1980 മുതലേ ഈ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 മണിക്കൂറായി നിരന്തരമായി മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷൻ പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നു എങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതാണ് നമ്മളെ കേസ്. ടു ഷോ ആൻ ആക്ഷൻ ദാറ്റ് ബിഗൺ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂയിങ് ഇൻ ദാറ്റ് പ്രസന്റ്. പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷൻ, ടു ഷോ ആൻ ആക്ഷൻ ദാറ്റ് ബിഗൺ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂയിങ് അറ്റ് പ്രസന്റ്. ഇത് പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുകയാണ്. രാവിലെ മുതലേ മഴയാണ്, രാവിലെ മുതലേ മഴയാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിൻ സിൻസ് മോർണിംഗ്. ഞാൻ രാവിലെ മുതലേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്. കണ്ടോ, ഞാൻ 5 മണിക്കൂർ തുടർച്ചയായി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഫോർ 5 hours. അപ്പൊ അവിടെ സിൻസും ഫോറിന്റെയും പ്രയോഗം നമുക്ക് മനസ്സിലായി. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കേണ്ട കണ്ടീഷൻസ് ഒക്കെ മനസ്സിലായി. ഇവിടെ നമ്മൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് ഇത്രയും ആകുമ്പോഴത്തേക്ക് നമുക്ക് അവസാനിച്ചു. അപ്പൊ പ്രസന്റ് ടെൻസിനകത്ത് നമുക്ക് ഒന്നാമത്തെ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ടു എക്സ്പ്രസ് യൂണിവേഴ്സൽ ഓർ ജനറൽ ട്രൂത്ത്, ടു എക്സ്പ്രസ് ഹാബിച്വൽ ഓർ റെഗുലർ ആക്ഷൻ, ടു എക്സ്പ്രസ് സംതിങ് ദാറ്റ് ഹാസ് ആൾറെഡി ബീൻ ഫിക്സ്ഡ്, വൈൽ കോട്ടിംഗ് ആൻ ഓതർ ഓർ എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, ഇൻ ഇമ്പറേറ്റീവ് സെന്റൻസസ്, ഇൻ എക്സ്പ്ലനേറ്ററി സെന്റൻസസ്. ഈ 6 കണ്ടീഷനിൽ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കണം. പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ടു ഷോ ആൻ ആക്ഷൻ ദാറ്റ് ഹാസ് ടേക്കൺ പ്ലേസ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. നമ്മൾ പറയുന്ന സമയത്ത് ഒരു ആക്ഷൻ പ്രോഗ്രസ് ചെയ്യുന്നു എങ്കിൽ. രണ്ടാമത്തെ കേസിലാണെങ്കിലോ ടു ഡിനോട്ട് ആൻ ആക്ഷൻ ഓഫ് ദ നിയർ ഫ്യൂച്ചർ. നിയർ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം പറയാൻ അവിടെയും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണം. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കേണ്ട സാഹചര്യം ഏതെന്ന് ചോദിച്ചാൽ ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് ഹാസ് ജസ്റ്റ് ബീൻ കംപ്ലീറ്റഡ്. നമ്മൾ പറയുന്ന സമയത്ത് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ എങ്കിൽ, അതുപോലെ തന്നെ ഒരു പറയുന്ന സമയത്ത് ഒരു ആക്ഷൻ നമ്മൾ കഴിഞ്ഞു, പക്ഷെ അതിന്റെ ഫീലിംഗ്സ് ഉണ്ട്. ടു ഷോ ആൻ ആക്ഷൻ ദാറ്റ് ഹാസ് ഓവർ ദ പാസ്റ്റ് ആൻഡ് ഇറ്റ്സ് എഫക്ട് ഈസ് സ്റ്റിൽ ഫെൽറ്റ് ഓർ എക്സ്പീരിയൻസ്ഡ്. ഇനി മൂന്നാമത്തെ കേസ് ആണെങ്കിലോ ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് ബിഗൺ ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് അണ്ടിൽ ദ പ്രസന്റ്. പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷൻ പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയാൻ സിൻസും ഫോറിന്റെയും സഹായത്താൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഷോ ആൻ ആക്ഷൻ ദാറ്റ് ബിഗൺ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂയിങ് അറ്റ് പ്രസന്റ്. പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷൻ പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ പ്രസന്റ് ടെൻസുമായി ബന്ധപ്പെട്ട 4 കണ്ടീഷൻസ്. ഇനി നമുക്ക് രണ്ടാമത്തെ ടെൻസിലേക്ക് പോകാം. എന്താണ് ഈ രണ്ടാമത്തെ ടെൻസ് എന്ന് പറയുന്നത്? പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ എന്താണ് ഈ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്ന ഭൂതകാലമാണ്. അപ്പൊ ഈ പാസ്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ടും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ 4ആയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇവിടെ എന്താണ് ഈ പാസ്റ്റ് ടെൻസിനകത്തുള്ള ഓരോ ക്ലാസിഫിക്കേഷൻ, ഏതൊക്കെ സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ കേസ്, സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്ന ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്
To show an action that occurred in the past. To show an action that occurred in the past. പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷൻ കാണിക്കാൻ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷൻ കാണിക്കാൻ തീർച്ചയായും നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കണം. ടു ഷോ ആൻ ആക്ഷൻ ദാറ്റ് occurred in the past. എക്സാമ്പിൾ, they came here a month ago. They came here a month ago. ഇവിടെ നമുക്ക് നോക്കൂ, നേരത്തെ നമ്മൾ സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് സബ്ജക്റ്റും അതുപോലെ തന്നെ വെർബിന്റെ പാസ്റ്റ് ഫോമും ഉപയോഗിച്ചാൽ മതി. അപ്പൊ വെർബിന്റെ പാസ്റ്റ് ഫോമും അതുപോലെ തന്നെ സബ്ജക്റ്റും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ആയി. ഇവിടെ ഓക്സിലറി വെർബ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താ സംഭവം എന്ന് പറയുന്നത്? ദേ കെയിം ഹിയർ എ മന്ത് എഗോ. ഇവിടെ നമുക്കറിയാം എ മന്ത് എഗോ എന്ന് പറഞ്ഞാൽ പാസ്റ്റിനെ കാണിക്കുന്ന സൂചിപ്പിക്കുന്ന ഒരു കൃത്യമായ വാക്കുണ്ട്. അതുകൊണ്ട് അവിടെ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഐ ബോട്ട് എ കമ്പ്യൂട്ടർ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു. സിമ്പിൾ പാസ്റ്റ് ആണ്, ഇന്നലെ വാങ്ങിച്ച കാര്യമാണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റിലാണ് നമ്മൾ പറയേണ്ടത്. ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡന്റ് ഇൻ 1947. ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയത് 1947. അപ്പൊ അതും സിമ്പിൾ പാസ്റ്റിലാണ് നമ്മൾ പറയേണ്ടത്. കാര്യം എന്താണെന്ന് ചോദിച്ചാലോ, ഇതെല്ലാം കൃത്യമായ ഒരു ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ എല്ലാം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അതാണ് സിമ്പിൾ പാസ്റ്റിന്റെ ഒന്നാമത്തെ റൂള് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ടു ഷോ എ ഹാബിച്വൽ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. നമ്മൾ പ്രസന്റ് ടെൻസിൽ പറഞ്ഞതുപോലെ അവിടെ ഒരു ഹാബിച്വൽ ആക്ഷൻ അല്ലെങ്കിൽ റെഗുലർ ആക്ഷൻ കാണിക്കുന്നത് പോലെ പാസ്റ്റിൽ നടന്ന ഒരു റെഗുലർ ആക്ഷൻ അല്ലെങ്കിൽ ഹാബിച്വൽ ആക്ഷൻ കാണിക്കാൻ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കണം. അപ്പൊ അതേതാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസ് എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ. ഹി വെന്റ് ടു ഊട്ടി എവരി സമ്മർ. എല്ലാ സമ്മറിലും ഊട്ടിയിൽ പോകാറുണ്ടായിരുന്നു. പോകാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പോകാറുണ്ടായിരുന്നു അതൊരു ഹാബിച്വൽ ആക്ഷനാണ്, പക്ഷെ പാസ്റ്റിലാണ്. ഗാന്ധിജി ഗോട്ടപ്പറ്റ് ഫോർ എവരി മോർണിംഗ്. ഗാന്ധിജി രാവിലെ 4 മണിക്ക് എണീക്കാറുണ്ടായിരുന്നു. അത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റിൽ നടന്നൊരു ഹാബിച്വൽ ആക്ഷൻ ആണ്. ഗാന്ധിജി എല്ലാ ദിവസവും 4 മണിക്ക് എണീക്കാറുണ്ടായിരുന്നു. വെൻ ഐ വാസ് ഇൻ ബോംബെ ഐ വെന്റ് ടു ദി ബീച്ച് എവരി വീക്ക്. ഞാൻ ബോംബെയിൽ ഉണ്ടായിരുന്നപ്പോൾ എല്ലാ ആഴ്ചയിലും ബീച്ചിൽ പോകുമായിരുന്നു. അപ്പൊ അവിടെ സംഭവം നോക്കൂ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞുപോയ ഒരു ഹാബിച്വൽ ആക്ഷൻ അല്ലെങ്കിൽ റെഗുലർ ആക്ഷൻ ആണ്. അപ്പം സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കേണ്ട 2 കണ്ടീഷനേ ഉള്ളൂ. ഒന്ന്, ഒരു സംഭവം പാസ്റ്റിൽ നടന്ന ഒരു സംഭവത്തെ സൂചിപ്പിക്കാൻ, പാസ്റ്റിൽ നടന്ന ഒരു ഹാബിച്വൽ ആക്ഷൻ നടത്താൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷൻ കാണിക്കാൻ, പാസ്റ്റിൽ നടന്ന ഒരു ഹാബിച്വൽ ആക്ഷൻ, ഈ 2 കേസുകളിലാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ പാസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് എവിടെയൊക്കെ ഉപയോഗിക്കാം? പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടുത്തെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. എന്താണ് ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഇവിടെ സബ്ജക്ട് വേണം, ആക്സിലറി വെർബ് വേണം. ഇവിടെ ആക്സിലറി വെർബ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ പ്രസന്റ് ടെൻസിൽ പ്രസന്റ് കണ്ടിന്യൂസിൽ ഉപയോഗിച്ച ഈസാറാമായിരുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാസ് അല്ലെങ്കിൽ വേറ. വാസും വേറുമാണ്. വാസ് എന്ന് പറയുന്ന സിംഗുലറും വേറെ പ്ലൂറലുമാണ്. അപ്പൊ ഇവിടെ നമുക്ക് കൺസ്ട്രക്ഷൻ നോക്കാം. എന്തൊക്കെയാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ? പാസ്റ്റ് കണ്ടിന്യൂസിൽ അല്ലെ സബ്ജക്ട് പ്ലസ് വാസോർ വേർ പ്ലസ് ING ആണ്. സബ്ജക്ട് പ്ലസ് വാസോർ വേർ പ്ലസ് ING ഫോമാണ്. അപ്പൊ അത് ഏതൊക്കെ കണ്ടീഷനിൽ നമുക്ക് ഉപയോഗിക്കാം? 3 കണ്ടീഷനാണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന 3 കണ്ടീഷനാണ്. അപ്പൊ 3 റൂളുകളാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസ്, ടു ഇൻഡിക്കേറ്റ് ആൻ ആക്ഷൻ ദാറ്റ് വാസ് കണ്ടിന്യൂയിങ് അറ്റ് എ ഗിവൻ ടൈം ഇൻ ദ പാസ്റ്റ്. ആ റൂള് കേൾക്കുക നിങ്ങൾ. ടു ഇൻഡിക്കേറ്റ് ആൻ ആക്ഷൻ ദാറ്റ് വാസ് കണ്ടിന്യൂയിങ് അറ്റ് എ ഗിവൺ ടൈം ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ ഒരു നിശ്ചിത സമയം ഒരു ആക്ഷൻ പ്രോഗ്രസ് ചെയ്തിരുന്നു എന്ന് കാണിക്കാൻ പാസ്റ്റ് കണ്ടിന്യൂസ് വേണം. പാസ്റ്റിൽ കുറെ നേരത്തേക്ക് ഒരു ആക്ഷൻ നടന്നിരുന്നു എന്ന് കാണിക്കാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഹി വാസ് വാക്കിംഗ് ഓൾ ദ മോർണിംഗ്. ഹി വാസ് വാക്കിംഗ് ഓൾ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെ പാസ്റ്റിൽ അയാൾ മോർണിംഗിൽ നടക്കാറുണ്ടായിരുന്നു എന്നാണ്. അയാൾ പാസ്റ്റിൽ നടക്കാറുണ്ടായിരുന്നു എന്നാണ്. അതാണ് അതിന്റെ ഒരു കേസ്. നടക്കാറുണ്ടായിരുന്നു. അപ്പൊ നടക്കാറുണ്ട് എന്ന് പറയുന്നതല്ല, നടക്കാറുണ്ടായിരുന്നു. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി അറ്റ് ദിസ് ടൈം യെസ്റ്റർഡേ. ഇന്നലെ ഇതേ സമയം വളരെ വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഇതേ സമയം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി അറ്റ് ദിസ് ടൈം യെസ്റ്റർഡേ. അപ്പൊ ഈ ഇങ്ങനെ പറയുന്ന യൂസേജുകളിലെല്ലാം നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ പാസ്റ്റില് കുറെ നേരത്തേക്ക് ഒരാക്ഷൻ പ്രോഗ്രസ് ചെയ്തിരുന്നു എന്ന് കാണിക്കാൻ തീർച്ചയായും നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് വേണം. അതൊരു കണ്ടീഷനാണ്, റൂളാണ്. ഇനി രണ്ടാമത്തെ കേസ്, ടു ഷോ ആൻ ആക്ടിവിറ്റി ദാറ്റ് വാസ് കണ്ടിന്യൂയിങ് വെൻ അനദർ ആക്ഷൻ ടേക്ക് പ്ലേസ് ആണ്. ഒരു ആക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ആക്ഷൻ ഉടലെടുക്കുകയാണ് ഇവിടെ. ടു ഷോ ആൻ ആക്ഷൻ ദാറ്റ് വാസ് കണ്ടിന്യൂയിങ് വെൻ അനദർ ആക്ഷൻ ടേക്കൺ പ്ലേസ് ആണ്.
ഒരാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാക്ഷൻ ഉടലെടുക്കുകയാണ്. അവിടെ നമുക്ക് എന്ത് വേണം? പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണം. അപ്പൊ അതേതാണ് നമുക്ക് നോക്കാം. ഐ വാസ് റീഡിംഗ് വെൻ ദ ലൈറ്റ് വെന്റ് ഓഫ്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കവേ ആ ലൈറ്റ് പോയി എന്നാണ്, കറണ്ട് പോയി എന്നാണ്. അപ്പൊ ഇവിടെ ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്തു? മറ്റൊരു ആക്ഷൻ ഉടലെടുക്കുകയാണ് ചെയ്തത്. ഹി വാസ് ക്രോസിംഗ് ദ റോഡ് വെൻ ദ ആക്സിഡന്റ് ഹാപ്പൻഡ്. അവൻ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആ ആക്സിഡന്റ് സംഭവിച്ചത്. രണ്ടും പാസിൽ തന്നെ, പക്ഷെ ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ആക്ഷൻ ഉടലെടുക്കുകയാണ്. അപ്പൊ ഹി വാസ് ക്രോസിംഗ് ദ റോഡ് വെൻ ദ ആക്സിഡന്റ് ഹാപ്പൻഡ്. ഇറ്റ് വാസ് റെയിനിങ് വെൻ ദ മാച്ച് എൻഡഡ്. ഇറ്റ് വാസ് റെയിനിങ് വെൻ ദ മാച്ച് എൻഡഡ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മാച്ച് അവസാനിച്ചു എന്നാണ്. അങ്ങനെ പാസ്റ്റിൽ ഒരു ആക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ആക്ഷൻ ഉടലെടുക്കുകയാണ്. സോ ടു ഷോ ആൻ ആക്ടിവിറ്റി ദാറ്റ് വാസ് കണ്ടിന്യൂയിങ് വെൻ അനദർ ആക്ഷൻ ടേക്സ് പ്ലേസ്. ഒരാക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് മറ്റൊരു ആക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉടലെടുക്കുന്നു. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് കണ്ടീഷനായി. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടു ഇൻഡിക്കേറ്റ് ടു ആക്ടിവിറ്റീസ് കണ്ടിന്യൂയിങ് അറ്റ് ദ സെയിം ടൈം. രണ്ട് ആക്ടിവിറ്റീസ് ഒരേ സമയം തന്നെ തുടരുകയാണ് പാസ്റ്റില്. ഒരേ സമയം രണ്ട് ആക്ടിവിറ്റീസ് കണ്ടിന്യൂസ് ആയിട്ട് തുടരുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. ടു ഇൻഡിക്കേറ്റ് ടു ആക്ടിവിറ്റീസ് കണ്ടിന്യൂയിങ് അറ്റ് ദ സെയിം ടൈം. എക്സാമ്പിൾ കേട്ടോളൂ നിങ്ങൾ. ഐ വാസ് വാച്ചിങ് ദ TV വെൻ മൈ വൈഫ് വാസ് വാഷിംഗ് ദ ക്ലോത്ത്. ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വൈഫ് ആ വസ്ത്രം കഴുകുകയായിരുന്നു. രണ്ടും പാസ്റ്റിലാണല്ലോ. ഹി വാസ് റൈറ്റിംഗ് എ ലെറ്റർ വൈൽ ഷീ വാസ് ലിസണിംഗ് ടു ദി ന്യൂസ്. അവൻ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ വൈഫ് ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ പാസ്റ്റിൽ നടക്കുന്ന രണ്ട് പ്രവർത്തികൾ ഒരേ സമയം സിമൾട്ടേനിയസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നു എന്ന് കാണിക്കാൻ അവിടെ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണം. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന മൂന്ന് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞേക്കുന്ന? പാസ്റ്റിൽ കുറെ നേരത്തേക്ക് ഒരു ആക്ഷൻ പ്രോഗ്രസ് ചെയ്തിരുന്നു എന്ന് കാണിക്കാൻ, പാസ്റ്റിൽ ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ആക്ഷൻ ഉടലെടുത്തു എന്ന് കാണിക്കാൻ, ഒരേ സമയം പാസ്റ്റിൽ രണ്ട് ആക്ഷൻ സിമൾട്ടേനിയസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നു എന്ന് കാണിക്കാൻ. ഈ മൂന്ന് സാഹചര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം? പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണം. അപ്പൊ രണ്ടെണ്ണമായി, സിമ്പിൾ പാസ്റ്റുമായി പാസ്റ്റ് കണ്ടിന്യൂസുമായി. ഇനി മൂന്നാമത്തെ കേസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. എന്താ പാസ്റ്റ് പെർഫെക്റ്റ്? പാസ്റ്റ് പെർഫെക്റ്റ് നമുക്ക് ഒരു സാഹചര്യത്തിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അതേതാണ് ആ സാഹചര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ആ റൂൾ നോക്കാം. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ്? ഇവിടെ നമുക്കറിയാം രണ്ട് ആക്ഷൻ നടന്നിരിക്കുന്നു പാസ്റ്റ് പെർഫെക്റ്റില്. അപ്പൊ ആദ്യം നടന്ന ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും ഉപയോഗിക്കണം. അതാണ് ഈ കണ്ടീഷൻ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു. ആ ചോദ്യം ഞാനിവിടെ പറയാം. അപ്പൊ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? ഇഫ് ടു ആക്ഷൻസ് ആർ ടു ബി മെൻഷൻഡ് ഇൻ എ സെന്റൻസ്. ഒരു സെന്റൻസിൽ രണ്ട് ആക്ഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദ ഏർലിയർ ആക്ഷൻ ഷോൺ ബൈ പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് ദ ലേറ്റർ ഇൻ സിമ്പിൾ പാസ്റ്റ്. പാസ്റ്റിൽ രണ്ട് ആക്ഷൻ നടന്നിട്ടുണ്ട് എങ്കിൽ ആദ്യം നടന്ന ആക്ഷൻ ഏതാണോ അത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലും നമ്മൾ ഉപയോഗിക്കണം. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ഓർ ഹാസിന് പകരം ഹാഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഹാഡിന്റെ കൂടെ നമ്മൾ പിന്നെന്താ ചെയ്യേണ്ടത്? V3 ആണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ സെന്റൻസിന്റെ കൺസ്ട്രക്ഷൻ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ പാസ്റ്റ് പെർഫെക്റ്റിൽ നമ്മൾ എന്താ പറഞ്ഞേക്കുന്ന? പാസ്റ്റിൽ നടന്ന രണ്ട് ആക്ഷനില്ല. ആദ്യം നടന്ന ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് എന്തായിരിക്കണം? സിമ്പിൾ പാസ്റ്റിലും ആയിരിക്കണം. ഈ കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയിൽ, ശനിയാഴ്ച നടന്ന പരീക്ഷകളിൽ അവർ ചോദിച്ചൊരു ചോദ്യം ഇതാണ്, അല്ലെ? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയി. എന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. രണ്ട് ആക്ഷൻ നടന്നത്. ഞാൻ അവിടെ എത്തി, ട്രെയിൻ പോയി. അപ്പൊ ആദ്യം നടന്നത് ട്രെയിൻ പോയതാണ്. ഞാൻ എത്തുന്നതിന് മുമ്പേ ട്രെയിൻ പോയതാണ്. അപ്പൊ ട്രെയിൻ പോയതാണ് ആദ്യത്തെ ആക്ഷൻ. അത് എന്ത് ചെയ്യണം? പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. വെൻ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. അത് തന്നെയായിരുന്നു ചോദിച്ച സെന്റൻസ്. വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. തിരിച്ചും പറയാം നമുക്ക് ആ സെന്റൻസ്. അപ്പൊ അതുകൊണ്ട് അവിടെ നമുക്ക് ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലുമായിരിക്കണം. When the police arrived, the thief had escaped. മറ്റൊരു സെന്റൻസ് കേട്ടോളൂ. പോലീസ് എത്തുമ്പോഴേക്കും കള്ളൻ രക്ഷപ്പെട്ടു. പോലീസ് എത്തുമ്പോഴേക്കും when the police arrived, the thief had escaped. അതാണ് നമ്മൾ പറഞ്ഞ രണ്ട് സെന്റൻസുകൾ.
അപ്പൊ അവിടെയും നമുക്ക് മനസ്സിലായി ആദ്യം നടന്ന ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് ആ സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കണം. അപ്പൊ ഇത് പാസ്റ്റ് പെർഫെക്റ്റിൽ ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂളാണത്. ഇനി നാലാമത്തെ പാസ്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ട് നാലാമത്തെ ക്ലാസിഫിക്കേഷൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ എന്താണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പം പാസ്റ്റിൽ രണ്ട് ആക്ഷൻ നടക്കുകയാണ്. ഓഫ് ദ ടു പാസ്റ്റ് ആക്ഷൻസ് ഇൻ എ സെന്റൻസ്, രണ്ട് ആക്ഷൻ നടക്കുകയാണ്. ഇഫ് ദ ഏർലിയർ ആർ ഹാഡ് ബീൻ കണ്ടിന്യൂയിങ് ഫോർ സം ടൈം, ആദ്യം നടന്ന ആക്ഷൻ എന്ന് പറയുന്നത് കുറച്ചു നേരത്തേക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ആ രണ്ടാമത് നടന്ന ആക്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിലും ഉപയോഗിക്കണം. നേരത്തെ പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞ ഒരു അല്പം വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ രണ്ട് ആക്ഷൻ നടക്കുകയാണ്. ആ രണ്ട് ആക്ഷൻ നടന്നതിൽ ഒരു ആക്ഷൻ കുറച്ചു നേരത്തേക്ക് നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പൊ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു ആക്ഷൻ വരികയല്ലേ? അങ്ങനെയാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും മറ്റേ രണ്ടാമത്തെ ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും ഉപയോഗിക്കണം. അതാണ് കണ്ടീഷൻ. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. സബ്ജക്റ്റിന്റെ കൂടെ ഹാഡ് വേണം, ബീൻ പ്ലസ് ബീൻ വേണം, പിന്നെ ING ഫോം വേണം. പ്രസന്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പം സബ്ജക്റ്റിന്റെ കൂടെ ഹാഡ് വേണം, ബീൻ വേണം, പിന്നെ ING വേണം. അപ്പൊ അതുകൊണ്ട് ഈ സെന്റൻസ് നമുക്കൊന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ എ ബാങ്ക് ഫോർ 3 years വെൻ ഹി ഗോട്ട് അപ്പോയിന്റ്മെന്റ് ആസ് ലെക്ചർ ഇൻ കോളേജ്. എന്താ പറഞ്ഞേക്കുന്നത്? അവൻ ബാങ്കിൽ 3 വർഷമായി ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്തായിരുന്നു അവന് കോളേജ് ലെക്ചറായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചത്, അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആദ്യം നടന്നത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചു. ബാക്കിയുള്ളതിന് അവിടെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചു. The train had been passing over a bridge when it derailed. ട്രെയിൻ ഓവർ ബ്രിഡ്ജിലൂടെ ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നപ്പോഴാണ് പാളം തെറ്റിയത് എന്ന് പറയുന്നത്. അപ്പൊ ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നതാണ് ആദ്യത്തെ പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ പ്രക്രിയ കണ്ടിന്യൂസ് ആണ്. കുറച്ചു നേരത്തേക്ക് എന്ത് ചെയ്തു? കണ്ടിന്യൂ ചെയ്തതാണ്. അപ്പൊ അത് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കണം. രണ്ടാമത്തെ സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കണം. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പം രണ്ട് ആക്ഷൻ നടക്കുന്നു. ഒരു ആക്ഷൻ കുറെ നേരത്തേക്ക് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ആക്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ആക്ഷൻ ആയതുകൊണ്ട് അതവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും രണ്ടാമത്തെ ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും നമ്മൾ ഉപയോഗിക്കണം. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഇവിടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ട കണ്ടീഷൻസ് മനസ്സിലായി. സിമ്പിൾ പാസ്റ്റ് രണ്ട് കണ്ടീഷനാണ്. ടു ഷോ ആൻ ആക്ഷൻ ദാറ്റ് ഒക്കേർഡ് ഇൻ ദ പാസ്റ്റ്. രണ്ടാമത്തെ കേസിൽ പാസ്റ്റിൽ നടന്നൊരു ഹാബിച്വൽ ആക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ഇവിടെ രണ്ട് കണ്ടീഷനാണ്. പാസ്റ്റിൽ കുറെ നേരത്തെ ഒരു ആക്ഷൻ പ്രോഗ്രസ് ചെയ്തു എന്ന് കാണിക്കാൻ, ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കും മറ്റൊരു ആക്ഷൻ ഉടലെടുത്തു എന്ന് പറയാൻ. ഇനി മൂന്നാമത്തെ ഒരു കേസ്, ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് മറ്റൊരു ആക്ഷനും കണ്ടിന്യൂ ചെയ്യുന്നു, സിമൾട്ടേനിയസ് ആയിട്ട് രണ്ട് ആക്ഷൻ വരുന്നു എന്ന് കാണിക്കാൻ. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. പാസ്റ്റിൽ രണ്ട് ആക്ഷൻ നടന്നാൽ ആദ്യം നടന്ന ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലും ഉപയോഗിക്കണം. ഇനി നാലാമത്തെ കേസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റിൽ രണ്ട് ആക്ഷൻ നടക്കുന്നു. ആദ്യത്തെ ആക്ഷൻ കുറെ നേരത്തേക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. എന്നാൽ അടുത്ത ആക്ഷൻ ട്രിപ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കണം. കണ്ടിന്യൂ ചെയ്യുന്ന ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും രണ്ടാമത്തത് സിമ്പിൾ പാസ്റ്റിലും നമ്മൾ ഉപയോഗിക്കണം. ഇതിനെ വിളിക്കുന്ന പേര് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നാണ്. ഇപ്പം നമുക്കറിയാം, തീർച്ചയായും നമ്മൾ രണ്ട് ടെൻസുകൾ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ വളരെ ഈസി ആയിട്ട് നമ്മൾ രണ്ട് ടെൻസുകൾ കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തെ ടെൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസാണ്. എന്താണ് ഈ ഫ്യൂച്ചർ ടെൻസിൽ? ഇവിടെയും നമുക്ക് 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട്. സിമ്പിൾ ഫ്യൂച്ചറിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നോർമൽ ഫ്യൂച്ചർ എന്നും കളേർഡ് ഫ്യൂച്ചർ എന്നുമാണ്. സിമ്പിൾ ഫ്യൂച്ചറിനെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി അവിടെ എന്ത് ചെയ്യുന്നു? കളേർഡ് ഫ്യൂച്ചറുമായി അതുപോലെ തന്നെ നോർമൽ ഫ്യൂച്ചറിനെ ക്ലാസിഫൈ ചെയ്യണം സിമ്പിൾ ഫ്യൂച്ചറിനെ. ഇവിടെ ഫ്യൂച്ചർ ടെൻസിന്റെ കൺസ്ട്രക്ഷൻ നമുക്കറിയാം. സബ്ജക്റ്റിനോടൊപ്പം വിൽ ഓർ ഷാൽ ചേർക്കണം. സബ്ജക്റ്റിനോടൊപ്പം വിൽ ഓർ ഷാൽ ചേർത്താൽ പിന്നെ വെർബിന്റെ ബേസ് ഫോമേ ഉപയോഗിക്കാവൂ. അതാണ് കണ്ടീഷൻ. സബ്ജക്റ്റിനോടൊപ്പം വില്ലോ ഷാലോ ചേർത്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സബ്ജക്റ്റിനകത്ത് അതിന്റെ റൂട്ട് ഫോം അല്ലെങ്കിൽ ബേസ് ഫോം ഉപയോഗിക്കണം. അപ്പൊ അതാണ് ഫ്യൂച്ചർ ടെൻസ് നമ്മൾ പറയുന്നത്. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നോർമൽ ഫ്യൂച്ചറും അതുപോലെ തന്നെ കളേർഡ് ഫ്യൂച്ചറും. എന്താ നോർമൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത്? The action has an element of uncertainty. The action has an element of uncertainty ആണ് നോർമൽ ഫ്യൂച്ചർ എന്ന് പറയുന്ന സമയത്ത് സ്പീക്കർക്ക് ഒരു കാര്യം ഷുവർ അല്ല, അദ്ദേഹത്തിന് ഉറച്ച തീരുമാനമില്ലാത്ത ഒരു കാര്യമാണ് സ്പീക്കർ പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ നോർമൽ ഫ്യൂച്ചറാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ നോർമൽ ഫ്യൂച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താ സംഭവിക്കേണ്ടത്? സബ്ജക്റ്റിനോടൊപ്പം നമ്മൾ ഫസ്റ്റ് പേഴ്സണായ ഐയുടെയും വിയുടെയും കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഷാൽ ഉപയോഗിക്കണം.
ഐയുടെയും വിയുടെയും കൂടെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന ഐ, വി എന്നീ സബ്ജക്റ്റുകളോടൊപ്പം ഷാലാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്. അതിനെയാണ് നമ്മൾ നോർമൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്ന സമയത്ത് ആ സ്പീക്കർക്ക് ഷുവർട്ടി ഇല്ല, കാര്യം സംഭവിക്കുമെന്ന് ഉറപ്പില്ല. അപ്പൊ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നോക്കൂ. ഐ ഷാൽ ലെൻഡ് യു ദ മണി. ഐ ഷാൽ ലെൻഡ് യു ദ മണി എന്ന് പറഞ്ഞാൽ പൈസ ഞാൻ തരാമെന്നേ ഉള്ളൂ, എനിക്ക് ഉറപ്പില്ല എന്നാണ്. യു വിൽ ഹെൽപ്പ് മീ, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം, വോണ്ട് യു എന്നാ ചോദ്യം. നിങ്ങൾ ഹെൽപ്പ് ചെയ്യില്ലേ? നമുക്ക് ഉറപ്പില്ല. അപ്പൊ അയാൾ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്, പക്ഷെ ഉറപ്പില്ല. അങ്ങനെ ഉറപ്പില്ല. ഐയുടെ കൂടെയും വിയുടെ കൂടെയും ഷാൽ ചേർത്താൽ സ്പീക്കർക്ക് ആ കാര്യം ഉറപ്പായിട്ടും നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. മറിച്ച് സെക്കൻഡ് പേഴ്സണോടാണ് അങ്ങനെ ചേർക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഉറപ്പുണ്ടെന്ന് പറയാം. അത് തിരിഞ്ഞു വരും, അത്രയേ ഉള്ളൂ. ഇനി ഐ അല്ലെങ്കിൽ വിയുടെ കൂടെ വില്ലാണ് ചേർക്കുന്നതെങ്കിൽ അത് നമ്മൾ വിളിക്കുന്ന പേര് കളേഡ് ഫ്യൂച്ചർ എന്നാണ്. ഐയുടെ കൂടെ അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സണോടൊപ്പം ഫസ്റ്റ് പേഴ്സണായ ഐയുടെ കൂടെയും വിയുടെ കൂടെയും വില്ലാണ് ചേർക്കുന്നതെങ്കിൽ പറയുന്ന ആളിന് ഉറപ്പുണ്ട്, അവിടെ തീർച്ചയായും എന്താണ്, അത് ഷുവർട്ടി ഉള്ളതാണ്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേര് കളേഡ് ഫ്യൂച്ചർ എന്നാണ്. അപ്പൊ ദേ എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സൺ, യു എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സണോടൊപ്പം അവിടെ എന്തായിരിക്കണം? അവിടെ ഷാലായിരിക്കും ചേർക്കുന്നത്. ഇതാണ് കണ്ടീഷൻ. അപ്പൊ ഇവിടെ എന്താ പറയുന്ന സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കേസ്, സിമ്പിൾ ഫ്യൂച്ചറിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, നോർമൽ ഫ്യൂച്ചർ എന്നും കളേഡ് ഫ്യൂച്ചർ എന്നും. അപ്പൊ നോർമൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഫസ്റ്റ് പേഴ്സണായ ഐയുടെയും വിയുടെയും കൂടെ ഷാലാണ് ചേർക്കുന്നത്. അതിന്റെ കാരണം പറയുന്ന സ്പീക്കർക്ക് അതിനകത്ത് ഉറപ്പില്ല എന്നാണ്. സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ള യു, ദേ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? വില്ല് ചേർക്കും. അതിനെയാണ് സിമ്പിൾ നോർമൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. മറിച്ച് കളേഡ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സണായ ഐയുടെയും വിയുടെയും കൂടെ വില്ല് ചേർക്കും, പറയുന്ന ആളിന് ഷുവർട്ടി ഉണ്ട്. സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ തേർഡ് പേഴ്സണോടൊപ്പം ഷാല് ചേർക്കും, അപ്പോൾ പറയുന്ന ആളിന് ഷുവർട്ടി ഉണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് കളേഡ് ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ, നോർമൽ ഫ്യൂച്ചർ എന്നാണ്. അപ്പൊ അത് മനസ്സിലായി. അതാണ് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്. ഇനി ഫ്യൂച്ചർ ടെൻസിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം സബ്ജക്റ്റിന്റെ കൂടെ വില്ല് അല്ലെങ്കിൽ ഷാൽ ചേർക്കണം. ഒപ്പം തന്നെ ആക്സിലറി റൂട്ട് ചേർക്കാൻ പറ്റത്തില്ല. വില്ല് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷാൽ കഴിഞ്ഞാൽ റൂട്ട് ഫോം ആയിരിക്കണം വരേണ്ട. അപ്പൊ ബി തന്നെ വരണം. അതുകൊണ്ട് തന്നെ വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ING. അതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ING. അപ്പൊ അത് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഇൻഡിക്കേറ്റ് ആൻ ആക്ഷൻ ഇൻ പ്രോഗ്രസ് അറ്റ് ഗിവൺ ഫ്യൂച്ചർ ടൈം. ഫ്യൂച്ചർ സമയത്ത് അല്ലെങ്കിൽ ഭാവിയിലെ ഒരു കാര്യം കുറെ നേരം കണ്ടിന്യൂ ചെയ്യുമെന്ന് കാണിക്കാനാണ് ഇവിടെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഭാവിയിൽ ഒരു കാര്യം കുറെ നേരം ലാസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ കുറെ നേരം പ്രോഗ്രസ് ചെയ്യുമെന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഉദാഹരണം നോക്കാം നമുക്ക്. ഐ ഷാൽ ബി വിസിറ്റിംഗ് മൈ റിലേറ്റീവ്സ് ഡ്യൂറിംഗ് ദ വെക്കേഷൻ. ഐ ഷാൽ ബി വിസിറ്റിംഗ് മൈ റിലേറ്റീവ്സ് ഡ്യൂറിംഗ് ദ വെക്കേഷൻ. വെക്കേഷൻ സമയത്ത് ഞാൻ എന്റെ റിലേറ്റീവ്സിനെ സന്ദർശിക്കുകയായിരിക്കും എന്ന് പറയുന്നതാണ് ഇവിടെ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഐ വിൽ ബി ഡൂയിങ് ദ വാഷിംഗ് ടുമാറോ മോർണിംഗ്. ഞാൻ ടുമാറോ മോർണിംഗിൽ വാഷ് ചെയ്യുകയായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഫ്യൂച്ചറിൽ ഒരു കാര്യം കുറെ നേരം നടക്കും അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്യുമെന്ന് പറയാൻ വേണ്ടി അവിടെ ഉപയോഗിക്കുന്നതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അവിടുത്തെ സ്ട്രക്ചർ ഐയുടെ സബ്ജക്റ്റിനോടൊപ്പം വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ING ആണ്. അപ്പൊ ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ പ്രോഗ്രസ് ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി മൂന്നാമത്തെ കേസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? അവിടെ വിൽ ഓർ ഷാൽ വേണം. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്. ഹാവ് പ്ലസ് V3. അത് മറക്കരുത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനകത്ത് സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ് ടെൽസ് ആൻ ആക്ഷൻ വിൽ ബി കംപ്ലീറ്റഡ് ബൈ എ സർട്ടൻ ഫ്യൂച്ചർ ഡേറ്റ. ഭാവിയിൽ ഒരു നിശ്ചിത ഡേറ്റിൽ നമ്മൾ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഭാവിയിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്ന് പറയാൻ, ഈ സമയത്തിനുള്ളിൽ അത് ചെയ്തു തീർന്നിരിക്കും എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫോർ എക്സാമ്പിൾ, ബൈ നെക്സ്റ്റ് ഏപ്രിൽ ഹി വിൽ ഹാവ് പബ്ലിഷ്ഡ് 10 ബുക്സ്. എന്താ പറഞ്ഞിരിക്കുന്ന? അടുത്ത ഏപ്രിൽ ആകുമ്പോഴേക്കും അയാൾ 10 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കും. കണ്ടോ? ഭാവിയിൽ ഒരു കാര്യം ചെയ്തിരിക്കും, ഒരു നിശ്ചിത പീരീഡ് ചെയ്തിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഐ ഹോപ്പ് ഇറ്റ് വിൽ ഹാവ് സ്റ്റോപ്ഡ് റെയിനിങ് ബൈ 5 o'clock. ഞാൻ പ്രതീക്ഷിക്കുന്നു മഴ 5 o'clockോടുകൂടി അല്ലെങ്കിൽ 5 മണിയോടുകൂടി മഴ തോരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മഴ തോരുമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഫ്യൂച്ചർ നടക്കാൻ പോകുന്ന ഒരു ആക്ഷൻ തീരുമെന്ന്, ഒരു ഫിക്സഡ് ടൈമിൽ തീരുമെന്ന് പറയുകയാണ്.
ദ മീറ്റിംഗ് വിൽ ഹാവ് ഫിനിഷ്ഡ് ബൈ ദ ടൈം വി ഗെറ്റ് ദെയർ. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ആ മീറ്റിംഗ് കഴിഞ്ഞിരിക്കും. അപ്പൊ ഭാവിയിൽ ഒരു കാര്യം ചെയ്തു തീർന്നിരിക്കും, ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രവൃത്തി അവസാനിച്ചിരിക്കും എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായാലും ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഭാവിയിൽ ഒരു കാര്യം ഇന്ന സമയത്തിനുള്ളിൽ ചെയ്തു തീർന്നിരിക്കും, ഈ സമയത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അതിന്റെ കൺസ്ട്രക്ഷൻ വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്. അപ്പൊ അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അപ്പൊ മൂന്നാമത്തെ കേസായി. ഇനി നമുക്ക് ഈ ഫ്യൂച്ചർ ടെൻസിൽ നാലാമത്തെ കേസാണ്. നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. എന്താ സംഭവം എന്ന് പറയുന്നത്? ഇറ്റ് ടെൽസ് ദാറ്റ് ആൻ ആക്ഷൻ വിൽ ഹാവ് ബീൻ ഇൻ പ്രോഗ്രസ് ഫോർ സം ടൈം അറ്റ് എ ഫ്യൂച്ചർ ടൈം. ഫ്യൂച്ചറിൽ കുറെ നേരം ഒരു ആക്ഷൻ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ കുറെ നേരം കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നേരത്തെ നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസി പറഞ്ഞേക്കുന്നത് ഒരു ഗിവൺ ടൈമില്, ഒരു ഗിവൺ ഫ്യൂച്ചർ ടൈമില് ഒരു ആക്ഷൻ പ്രോഗ്രസ് ചെയ്യുമെന്ന് പറയണം. ഇത് ഫ്യൂച്ചറിൽ കുറെ നേരം ഒരു ആക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ടെൽസ് ആൻ ആക്ഷൻ ദാറ്റ് വിൽ ഹാവ് ബീൻ ഇൻ പ്രോഗ്രസ് ഫോർ സം ടൈം അറ്റ് എ ഫ്യൂച്ചർ ടൈം. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ നോക്കാൻ നമുക്ക് സബ്ജക്റ്റിന്റെ കൂടെ വിൽ ഓർ ഷാൽ വേണം, ഹാവ് പ്ലസ് ഹാവ് വേണം, പ്ലസ് ബീൻ വേണം, പ്ലസ് ING വേണം. അപ്പൊ വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING എന്ന് പറയുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ എങ്ങനെ പറയാം നമുക്ക്? ബൈ ഈസ്റ്റർ ഐ ഷാൽ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഓഫീസ് ഫോർ 5 years. ബൈ ഈസ്റ്റർ ആകുമ്പോഴേക്കും ഐ ഷാൽ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഓഫീസ്. ഞാൻ ഈ ഓഫീസിൽ 5 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കും. അടുത്ത ഈസ്റ്റർ ആവുമ്പോഴത്തേക്കും ഞാൻ ഈ ഓഫീസിൽ 5 വർഷം പൂർത്തിയാക്കിയിരിക്കും. ബൈ ഈസ്റ്റർ ഐ ഷാൽ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഓഫീസ് ഫോർ 5 years. ബൈ നെക്സ്റ്റ് ഇയർ ഹി വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് വിത്ത് ഹിസ് അങ്കിൾ ഫോർ 3 years. എന്താ പറഞ്ഞേക്കുന്ന? അടുത്ത വർഷം ആകുമ്പോഴേക്കും ഹി വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് വിത്ത് ഹിസ് അങ്കിൾ. അയാളുടെ അങ്കിളിനോടൊപ്പം അയാൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്നത് 3 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കും. അങ്ങനെ നമ്മൾ ഫ്യൂച്ചറിൽ കുറെ നേരത്തേക്ക് ഒരു ആക്ഷൻ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രോഗ്രസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയി. അതിങ്ങനെ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ആവും, അല്ലെങ്കിൽ ആ വർഷം ആവുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്നൊക്കെ ഒരു ദീർഘകാലത്തേക്ക് കണ്ടിന്യൂസ് ആക്ഷൻ പറയുന്നതിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ നമ്മൾ 12 ടെൻസിന്റെ ക്ലാസിഫിക്കേഷനും ആ 12 ടെൻസുകൾ എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു സെന്റൻസ് നമ്മൾ എടുത്തിട്ട് മലയാളത്തിൽ ഈ 12 ടെൻസ് എങ്ങനെ പ്രസന്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കേസാണ്. നമുക്ക് ഒരു കാര്യം നമുക്ക് എങ്ങനെയാണ് ഈ 12 രീതിയിൽ പറയാൻ പറ്റുന്ന മലയാളത്തില്, ആ ഒരു രീതി നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് തീർച്ചയായും ടെൻസിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവാം. അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് പറയുന്നത്? ഇപ്പൊ മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ നടക്കുന്ന സിമ്പിൾ പ്രസന്റ് ആണ്. മഴ പെയ്യുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് മഴ പെയ്യുകയാണ്. പ്രസന്റ് പെർഫെക്റ്റ് മഴ പെയ്തിട്ടുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ 4 മനസ്സിലായല്ലോ. മഴ പെയ്യുന്നു, മഴ പെയ്യുകയാണ്, മഴ പെയ്തിട്ടുണ്ട്, മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതാണ് പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് 4 ടെൻസ്. ഇനി പാസ്റ്റ് ടെൻസിലാണെങ്കിലോ സിമ്പിൾ പാസ്റ്റ് മഴ പെയ്തു. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് മഴ പെയ്യുകയായിരുന്നു. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പൊ അതാണ് 4 കണ്ടീഷൻസ്. മഴ പെയ്തു, മഴ പെയ്യുകയായിരുന്നു, മഴ പെയ്തിട്ടുണ്ടായിരുന്നു, മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പൊ അത് 4 പാസ്റ്റ് ടെൻസിൽ. ഇനി ഫ്യൂച്ചറിൽ എങ്ങനെ പറയും? മഴ പെയ്യും, സിമ്പിൾ ഫ്യൂച്ചർ. മഴ പെയ്യുകയായിരിക്കും, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. മഴ പെയ്ത് കഴിഞ്ഞിരിക്കും, ഫ്യൂച്ചർ പെർഫെക്റ്റ്. മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കണ്ടോ? ഇതാണ് അവിടുത്തെ കേസ് 12. അപ്പം 4 കേസും കൂടെ ആയി. അപ്പൊ 12 ഇവിടെ. അപ്പൊ നമുക്ക് ഏതൊരു കേസും നമുക്ക് ഇങ്ങനെ പറയാം. അവൻ മാർക്കറ്റിൽ പോകുന്നു, അവൻ മാർക്കറ്റിൽ പോവുകയാണ്, അവൻ മാർക്കറ്റിൽ പോയിട്ടുണ്ട്, അവൻ മാർക്കറ്റിൽ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്, അവൻ മാർക്കറ്റിൽ പോയി, അവൻ മാർക്കറ്റിൽ പോവുകയായിരുന്നു, അവൻ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു, അവൻ മാർക്കറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു, അവൻ മാർക്കറ്റിൽ പോകും, അവൻ മാർക്കറ്റിൽ പോവുകയായിരിക്കും, അവൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞിരിക്കും, അവൻ മാർക്കറ്റിൽ പൊയ്ക്കൊണ്ടേയിരിക്കുകയായിരിക്കും. ഇങ്ങനെ നമുക്ക് ഏതൊരു സെന്റൻസും ഈ 12 ടെൻസിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാം.
അങ്ങനെ മലയാളത്തിൽ പറയുന്ന ഈ 12 കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി. കൃത്യം 1 മണിക്കൂർ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ടെൻസിന്റെ ഉപയോഗക്രമങ്ങൾ എങ്ങനെയാണ്, എന്റെ ഈ ക്ലാസ് നിങ്ങൾ കൃത്യമായി കേട്ടുകഴിഞ്ഞാൽ തീർച്ചയായും ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏത് ടെൻസ് എവിടെ ഉപയോഗിക്കണം, അതിന്റെ കൺസ്ട്രക്ഷൻ എന്താണ് എന്ന് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ആവർത്തിച്ചൊന്ന് കേട്ടു നോക്കൂ. തീർച്ചയായും നിങ്ങൾക്കിത് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളിത് പഠിക്കണം, നിങ്ങളിത് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് തീർച്ചയായും ഏതൊരു പരീക്ഷയ്ക്കും 2, 3, 4 മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായും നമുക്ക് പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thanks.